രാധാ ശ്രീ രാധാകൃഷ്ണന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഭഗവാന്റെ പ്രാർത്ഥനയോടുകൂടെ തുടങ്ങാം. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപീജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശില പ്രഭുപാദ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ് നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, നിതായ് ഗൗര പ്രേമാനന്ദേ ഹരി ഹരി ബോൽ. എല്ലാ വൈഷ്ണവർക്കും എന്റെ പ്രണാമം. എന്റെ എല്ലാ ശിക്ഷാഗുരുക്കന്മാരുടെയും ദീക്ഷാഗുരുവിന്റെയും പാദ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് കുറെ നാൾ കഴിഞ്ഞിട്ട് ഐശ്വര്യ മാതാജിയുടെ പ്രഭുവിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ക്ലാസ് എനിക്ക് കിട്ടി. എല്ലാവർക്കും അതിന് നന്ദിയുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. നമ്മൾ കണ്ടു ഇതുവരെ പരീക്ഷത്തിന്റെ ആ ഒരു ഇതിന് എന്താ പറയാ, അശ്വത്ഥമാവ് ഇവര് ബ്രഹ്മാസ്ത്രം അയക്കുന്നതും അത് കഴിഞ്ഞ് അറിയില്ല തിരിച്ചെടുക്കേണ്ടത് എങ്ങനെയാന്ന് പോലും അറിയാണ്ട് പരിശുദ്ധ ജലം തളിച്ചിട്ട് ആ ഒരു ഇത് വിടുകയാണ്. അശ്വത്ഥമാവിന് വരെ പരീക്ഷിത മഹാരാജാവ് ആവണ ആ കൊച്ചു കുട്ടിക്ക് വരെ ഒരു ഇത് വരാണ്ടിരിക്കാൻ വേണ്ടി അസ്ത്രം വിടുന്നുണ്ട്. അപ്പം ആ ഒരു അതായത് എല്ലാത്തിന്റെയും വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോ കൃഷ്ണനെ വന്നിട്ട് ഭജിക്കുകയാണ് അർജുനൻ. ആ അർജുനന്റെ ആ ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കാം അല്ലെ, എന്തായിരിക്കും ആ സമയത്ത് ഒരു വിഷമം എന്നുള്ളത്. അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല അത് തിരിച്ചെടുക്കാൻ. എന്നാലും എല്ലാത്തിന്റെയും നമ്മുടെ ആശ്രയം നമ്മുടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ആശ്രയം ആ പാദങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ പാദപങ്കജങ്ങൾ മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ. ആ പാദപങ്കജങ്ങളിൽ അർജുനൻ വന്നിട്ട് പറയുന്നു. അതിനു മുമ്പ് ഹരേ കൃഷ്ണ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവ്യ ഭഗവതിത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകിം മൂകം കരോതി വാചാലം പങ്കം ലങ്കേതേ ഗിരിമിത്രപാദമഹം വന്ദേ ശ്രീ ഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം സ്കന്ധം 1 അധ്യായം 7 ശ്ലോകം 22. അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ. അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ.
ഹരേ കൃഷ്ണ. അർജുന ഉവാച അർജുനൻ അരുളി ചെയ്തു, കൃഷ്ണ അല്ലയോ കൃഷ്ണ ഭഗവാനെ, കൃഷ്ണ അല്ലയോ കൃഷ്ണ ഭഗവാനെ, മഹാബാഹോ സർവശക്തനായവനെ, ഭക്താനാം ഭക്തരുടെ അഭയങ്കര ഭയങ്ങളെ സമൂലം നശിപ്പിക്കുന്ന ത്വം അങ്ങ് ഏകഹ ഒരുവൻ മാത്രം, ദഹ്യമാനാന പീഡിതരായ അപവർഗ മോക്ഷമാർഗം അസി ആകുന്നു, സംശ്രിതേ ഭൗതിക ക്ലേശങ്ങളുടെ മധ്യേ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. അർജുനൻ അരുളി ചെയ്തു, അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങ് സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. അങ്ങയുടെ വിഭിന്ന ശക്തികൾക്ക് യാതൊരു പരിധിയുമില്ല. ആകയാൽ അങ്ങയുടെ ഭക്തരുടെ ഹൃദയത്തിൽ നിർഭയത്വം ഊട്ടിയുറപ്പിക്കാൻ സമർത്ഥൻ അങ്ങ് മാത്രമാണ്. ഭൗതിക ക്ലേശങ്ങളുടെ അഗ്നിജ്വാലയിൽ തപിക്കുന്ന ഏവർക്കും അങ്ങയിൽ മാത്രമേ മോക്ഷമാർഗം കണ്ടെത്താനാകൂ. ഭാവാർത്ഥം, അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ കുറിച്ച് ബോധവാനാണ്. കാരണം അവരിരുവരും സന്നിഹിതരായിരുന്ന കുരുക്ഷേത്ര പോർക്കളത്തിൽ അദ്ദേഹം മുൻപേ തന്നെ അവയെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച അർജുനന്റെ വിവരണം പ്രാമാണികമാകുന്നു. കൃഷ്ണൻ സർവശക്തനും സവിശേഷമായി ഭക്തരുടെ നിർഭയതയ്ക്ക് ഹേതുവുമാകുന്നു. ഭഗവാനാൽ പ്രദാനം ചെയ്യപ്പെടുന്ന സംരക്ഷണത്താൽ ഒരു ഭഗവത് ഭക്തൻ സദാ നിർഭയനാകുന്നു. കാനനത്തിൽ ആളിപ്പടരുന്ന അഗ്നി സമാനമായ ഭൗതിക അസ്തിത്വത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപയാൽ ശമിപ്പിക്കുവാൻ സാധ്യമാകുന്നു. ആത്മീയ ഗുരു ഭഗവത് കൃപയുടെ പ്രതിനിധിയാകുന്നു. ആകയാൽ ഭൗതിക അസ്തിത്വത്തിന്റെ ജ്വാലയിൽ വെന്തുരുകുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ കൃപയാകുന്ന വൃഷ്ടി, ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ആത്മീയ ഗുരുവെന്ന സുതാര്യമായ മാധ്യമത്തിലൂടെ ലഭ്യമാകുന്നു. ആത്മീയ ഗുരുവിനെ തന്റെ വചനങ്ങളാൽ ക്ലേശിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിച്ച് അതീന്ദ്രിയ ജ്ഞാനം സന്നിവേശിപ്പിക്കാൻ സാധിക്കും. അതിനാൽ മാത്രമേ ഭൗതിക അസ്തിത്വമാകുന്ന അഗ്നിയെ ശമിപ്പിക്കാൻ കഴിയൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ മഹാബാഹു. ഇവിടെ ആദ്യം തന്നെ 2 പ്രാവശ്യമാണ് കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞത്. അപ്പൊ 2 പ്രാവശ്യം എന്തിനാ പറയണേന്ന് വെച്ചാല് അത്രയധികം ആ മാനസികാവസ്ഥയാണ്. ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് അർജുനൻ ആ സമയത്ത് അവിടെ നിൽക്കണേ, അല്ലെ? അപ്പൊ ആ ഭഗവാനെ കൃഷ്ണ കൃഷ്ണ, നമ്മളിപ്പോ അത്യാവശ്യം ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു കാര്യമില്ലെങ്കിൽ നമ്മൾ 1 പ്രാവശ്യം വിളിക്കുള്ളൂ. പക്ഷെ അല്ലാണ്ടുള്ള ഒരു വല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ ഉറക്കെ 2, 3 പ്രാവശ്യമൊക്കെ വിളിക്കൂലേ, കൃഷ്ണ കൃഷ്ണ ഓടി വരണേ എന്നുള്ളതാണല്ലേ അർത്ഥത്തില്. അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ലാസ്റ്റിൽ എന്താ പറഞ്ഞത്? കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംശ്രിതേ. സംശ്രിതേ എന്ന് പറയുന്നത് ഭൗതിക ക്ലേശങ്ങളുടെ മധ്യേ. നമുക്കറിയാം പലതരത്തിലുള്ള ക്ലേശങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം. അതായത് എല്ലാവർക്കും ഉണ്ടല്ലേ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലെ ക്ലേശം. ജനനം മുതൽ, ജനിക്കുന്ന കുട്ടി മുതൽ ആ കുട്ടി എത്രയോ ബുദ്ധിമുട്ടിയായിരിക്കും ആ ജനനം. നമ്മളിപ്പോ അറിയാം ഭാഗവതത്തിലൊക്കെ ഒരു കുട്ടിയുടെ ജനനത്തിനെ കുറിച്ച് എന്തോരം ആ കുട്ടി ഗർഭപാത്രത്തിൽ ഇരുന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെ? അങ്ങനെ അവിടം തൊട്ട് തുടങ്ങിയിട്ട് എവിടം വരെയാണ്? മരിക്കണവരെ. ചെറിയ കുട്ടിയായിട്ട് ഓടി നടക്കുമ്പോൾ, അതുപോലെ തന്നെ പ്രായമായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള തിടുക്കം, കല്യാണം കഴിഞ്ഞാൽ ആ സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ ആ സ്ത്രീ പുരുഷനോടുള്ള അട്രാക്ഷൻ, അതാണ് എല്ലാ ക്ലേശങ്ങൾക്കും കാരണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, നമുക്ക് ആവശ്യങ്ങൾ കൂടുകയാണ്. അപ്പൊ വലിയ വലിയ വീട് വേണമെന്ന് ആഗ്രഹം വരും. അപ്പൊ കുട്ടികൾ ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങളാണ്. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഇതിലെങ്ങനെയാ പറയണെന്ന് വെച്ചാൽ ഒരു വനം, വലിയൊരു നല്ല ഭംഗിയുള്ള ഒരു, പുറത്തുനിന്ന് കണ്ടാൽ നല്ല ഭംഗിയുള്ള ഒരു വനമായിരിക്കും. ജഡഭരതൻ പറഞ്ഞു കൊടുക്കണതുണ്ട് രഘുഗുണ മഹാരാജാവിന്. ആ വനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വള്ളികളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ വള്ളികളൊക്കെ നമ്മളെ ചുറ്റുമ്പോൾ നമുക്ക് തോന്നും അത് എന്തൊരു രസാ, എന്തൊരു ഭംഗിയാ. അങ്ങനെയാണ് അത്ര ഒരു സ്ത്രീയുടെ കൈകളാൽ കിട്ടുന്ന സ്പർശം ഒരു ആൾക്ക് തോന്നുന്നത്. ആ വള്ളികളിൽ കൂടെ അങ്ങനെ പോകുമ്പോഴായിരിക്കും ഈ തേനീച്ചകൾ പോലെയും വണ്ടുകൾ പോലെയും ചെവിയിൽ വന്നിങ്ങനെ ഊതും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കയറുമ്പോഴും നമ്മളെ കുട്ടികൾ, അപ്പോഴേക്കും കുട്ടികളായി, അപ്പൊ കുട്ടികളുടെ ആഗ്രഹങ്ങള്, അപ്പൊ പിന്നെ അതിനു വേണ്ടി ഓടും. അങ്ങനെ പോയി 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 ആ കാടിന്റെ നടുവിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് സിംഹം, പുലി, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മൃഗങ്ങളെ നമ്മൾ കാണും. അതാണ് നമ്മൾ പറയണത് മരണത്തിന്റെ ആ ഒരു സമയം, വാർദ്ധക്യം. അപ്പോ ആ ഒരു കാട്ടിലേക്ക് കടക്കുമ്പോഴുള്ള സുഖം കാടിന്റെ മധ്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവില്ല. കാരണം ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക്
അത്രയും അധികം വ്യക്തിയുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിട്ടുണ്ടാവും. എന്നാൽ ഇതിനെല്ലാത്തിനും ഒരു പോംവഴിയാണ് ഭഗവാന്റെ ആ പാദകമലങ്ങൾ, ആ പാദപങ്കജങ്ങൾ. നമുക്ക് എപ്പോഴും നമ്മൾ ഭാഗവതത്തിൽ കണ്ടിട്ടുള്ളതാണ്. കുന്തി സ്തുതിയിലായാലും പ്രചേതസ്സുകളായാലും അക്രൂരനായാലും എല്ലാ ഭക്തന്മാരും, നാരദർ എല്ലാവരും ഭഗവാന്റെ ആ പാദകമലങ്ങളെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. ആ എന്താ പറയാ, പങ്കജനാഭനായ ഭഗവാന്റെ പാദകമലങ്ങളില് ആശ്രയം തരണേ. കുന്തി ദേവിയെ പോലെ ദുഃഖത്തില് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചിട്ടുള്ളതാണ് അല്ലെ. പലതരത്തിലും കല്യാണം കഴിഞ്ഞതിന് മുമ്പ് കർണനെ പോലെ ഒരു കുട്ടി, അറിയാണ്ട് ആ ഒരു പ്രായത്തിൽ ഒരു കുട്ടി ഉണ്ടാവാനും ആ ജനിച്ച കുട്ടിയെ ഒഴുക്കി കളയേണ്ട, അതൊരു വല്ലാത്തൊരു അവസ്ഥകളാണല്ല. നമ്മൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ ഇതൊക്കെ കഥ പോലെ വായിച്ചാലല്ലേ. അല്ല, ആ ഒരു സമയത്ത് അവരുടേതായ മാനസികാവസ്ഥയില് അവരെത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഇപ്പോഴാണെങ്കിലും അറിയാം, കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടാവാന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടാണ്. അതും കഴിഞ്ഞ് അവരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലാണെങ്കിലും പ്രശ്നങ്ങളാണ്. പിന്നെ പാണ്ഡുവിനെ കല്യാണം കഴിച്ചപ്പോ പറഞ്ഞു വരുന്ന അത്രയും അധികം ബുദ്ധിമുട്ടിലും അവര് പറഞ്ഞത് എന്താ, ഭഗവാനെ അങ്ങ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് ക്ലേശം സഹിക്കാനും എനിക്ക് മടിയില്ല, എനിക്ക് ക്ലേശങ്ങൾ തന്നോളൂ, കാരണം അങ്ങ് എന്റെ കൂടെ വേണം. അതാണ് ആ ഭക്തിയുടെ എന്താ പറയുക, ഉന്നതമായൊരു അവസ്ഥയിലാണ്. കാരണം എന്തൊക്കെ ക്ലേശങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മൾ ആ പാദപങ്കജങ്ങളെ കൈവിടാണ്ട് പിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക സാഗരത്തിൽ നിന്ന്, ഇതൊരു സാഗരം തന്നെയാണ് അല്ലെ, ആ ഭൗതികമായ ഈ സാഗരത്തിന് കാലിക്കുളമ്പിന്റെ അടിയിലുള്ള ഒരു തരി വെള്ളം പോലെ ആക്കി തരാൻ ഭഗവാനെ കൊണ്ട് സാധിക്കും. എപ്പോഴാണ് നമ്മൾ ആ ഭഗവാന്റെ പാദകമലങ്ങളിൽ ആശ്രയം പ്രാപിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഈ ഭൗതിക ലോകത്തില് നമ്മള് എന്താ പറയാ, മനഃഷ്ടാൻ ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. നമ്മള് ഈ ഭൗതിക ലോകത്തില് ഈ 6 ഇന്ദ്രിയങ്ങൾ വെച്ച് ജീവിക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുകയാണ്. എന്തിനാ ശരിക്കും കഷ്ടപ്പെടുന്ന? ജന്മ മൃത്യു ജരാവ്യാധി, ഈ 4 ദുഃഖങ്ങള് നമ്മൾ അറിയാണ്ട് നമ്മുടെ ലൈഫിൽ വന്ന് പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷെ ഇതിൽ നിന്നൊരു മോചനമാണ് നമുക്ക് കൃഷ്ണാവബോധത്തിൽ കൂടെ നമ്മുടെ ഇസ്കോണാചാര്യനായ ശ്രീല പ്രഭുപാദരുടെ പാദങ്ങളിൽ നമസ്കരിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ആ പ്രായമായിട്ടുള്ള സമയത്ത് പോലും ഇത് ഭഗവാന്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ. 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പോലും അദ്ദേഹം ഭഗവാനോട് പറഞ്ഞത്, എനിക്ക് അങ്ങയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള അവസരം ഭഗവാൻ തരും. അപ്പോ ഭഗവാൻ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഓരോരുത്തരെ നിയോഗിക്കുന്നത് ഭഗവാനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോ എല്ലാ കഴിവുകളും ഉള്ള എല്ലാ അറിവുകളും എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച ആളായിരിക്കണം എന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ കാര്യം കൂടെ പറയാം, എല്ലാ ശാസ്ത്രമൊന്നും പഠിക്കണം പറ്റിയിരുന്നല്ലേ, പക്ഷെ എന്തെങ്കിലും ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു അവസരം ഭഗവാൻ തരുമ്പോ അതിനെ ഭഗവാന്റെ പ്രസാദം, അത് ഭഗവാന്റെ നമ്മുടെ ശിക്ഷാഗുരുക്കന്മാരുടെ ഒരു പ്രസാദമാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോ എന്തിനാ അത് എത്തിക്കണേന്ന് വെച്ചാൽ, എത്ര പേരിലേക്കാണോ ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റുക അത്രയും നമ്മൾ എത്തിക്കാനായിട്ടുള്ള പരിശ്രമം. എന്തിനാ? ഈ ഭൗതികമായ ഈ കെട്ടുപാടുകളിൽ നിന്ന് ഹൃദയഗ്രന്ഥി ഇങ്ങനെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ശക്തി പ്രാപിക്കുന്ന പറയണേ, ഹൃദയഗ്രന്ഥി വിഭേദിനി എന്നൊക്കെ പറയുന്നുണ്ട് ലളിതാസഹസ്രനാമത്തിൽ. കാരണം ആ ഹൃദയഗ്രന്ഥി പൊട്ടിച്ച് നമ്മൾ പുറത്തേക്ക് ഭഗവാനിലേക്ക് വരണം. അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഭൗതിക ക്ലേശങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ എന്താ പറയണത്? കൃഷ്ണ കൃഷ്ണ മഹാബാഹോ. മഹാബാഹോ എന്താ? ഭഗവാന്റെ മഹാബാഹുക്കള് അത്രയും കരുത്തുള്ളതാണ് ഭഗവാന്റെ കൈകള്. കുട്ടിയായിരുന്നപ്പോ തന്നെ ഗോവർദ്ധന പർവ്വതം 7 ദിവസം പൊക്കിയ ആളാണ് ഭഗവാൻ. അഘാസുരൻ, പിന്നെ കേശി എന്നുള്ള കുതിരയുടെ കയ്യിലല്ലേ വായേണ്ട ഒരു മുഷ്ടിപ്രഹര. അപ്പോ അത്രയും ശക്തനാണ് ആ ഭഗവാൻ. അങ്ങനെയുള്ള സർവശക്തനായ ഭഗവാനാണ്. അഭയം കര, എന്നെ രക്ഷിക്കണേ. നമുക്ക് അഭയം, നമുക്ക് ആകെ ആശ്രയം ആരും വേണ്ട. നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ആരും വേണ്ട. എന്തുകൊണ്ടാ? നമ്മുടെ ഉള്ളില് ഭഗവാൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നില്ല. എന്നിട്ട് നമ്മൾ ചുറ്റും ഇങ്ങനെ നോക്കുക, എന്നെ ആരും സ്നേഹിക്കണില്ല, അല്ലെങ്കിൽ എനിക്ക് ആരും ഇല്ല. നമുക്ക് ആരാ ഉള്ളത്? ഈ സർവശക്തനായ ഈ ലോകത്തിന്റെ എല്ലാം അധിപനായ സാക്ഷാൽ ഭഗവാൻ നമുക്ക് കൂടെ ഉണ്ടായിട്ടും നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് ഭഗവാനെ അറിയണില്ല, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കണില്ല. ഇപ്പൊ നമ്മൾ ഒരാളോട് പോയി പറഞ്ഞാലും അവർക്ക് അത് എടുക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേണം. അതുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ടും ഇരിക്കാനായിട്ടും ഒക്കെ സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഇനി നമ്മൾ എത്രയൊക്കെ തന്നെ നമ്മൾക്ക് അറിയാം എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ നമുക്ക് സമയമുണ്ടെന്ന് പറഞ്ഞാലും, ഭഗവാന്റെ ആ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും സാധിക്കില്ല.
അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാൻ ആരാണ്? അഹം ഭക്ത പരാധീന. ഞാൻ എൻ്റെ ഭക്തന്മാർക്ക് അധീനനാണ്. എനിക്ക് ഒന്നും സ്വാതന്ത്ര്യം ഇല്ല. എനിക്ക് ഭഗവാൻ അംബരീഷനോട് അല്ല ദുർവാസാവിനോട് പറയുന്നുണ്ടല്ലേ, എനിക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ഭക്തന്മാരാ ചെയ്യാ. കാരണം ഞാൻ ഭക്തന് പരാധീനനാണ്. ഞാൻ ഭക്തനെ എങ്ങനെയാണോ ആ ഭക്തൻ എൻ്റെ അടുത്ത്, അതായത് ഇപ്പൊ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ചെറിയ ചെറിയ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പത്രം പുഷ്പം ബലന്തോയം യോമേ ഭക്തിയാ പ്രേസ്യതി. ഭക്തിയോടുകൂടെ ഒരു പൂവോ ഒരു എലിയോ എനിക്ക് തന്നാൽ മതി, ഞാൻ അതിൽ ഇഷ്ടമാണ്, എനിക്ക് അത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഭഗവാൻ പറയണ്ടല്ലേ. പിന്നെ നമ്മള് ആചാര്യന്മാര് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണാരവിന്ദരേ. ആ നന്ദനന്ദനന്റെ അഭയചരണങ്ങളെ പ്രാപിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഭജിക്കണം അല്ലെ, എന്നാൽ മാത്രമേ ഉള്ളൂ സാധാരണ ഈ സംസാര സാഗരം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ ആ ഭഗവാന്റെ പാദങ്ങളെ കുറിച്ച് അത്രയും മഹിമ പറയാൻ കാരണം അവരൊക്കെ അനുഭവസ്ഥരാണ്. നമുക്കും അറിയാം, നമ്മളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുമ്പോഴും അത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതും ഭഗവാന്റെ ഒരു അനുഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തത് എന്റെ കഷ്ടങ്ങളെ മാറ്റാനാണ്, അല്ലെങ്കിൽ എന്റെ ദുരിതങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി വരുന്നതോറും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ആരാണെന്ന് മനസ്സിലായാലേ ഉള്ളൂ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് ഭഗവാൻ ആരാണെന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ ഭക്തന്മാരിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോ ആ ഭഗവാനെ എന്താ പറയാ, നമ്മള് എപ്പോഴും അപ്പൊ ഭഗവാന് എത്രയും പാണ്ഡവരോട് ഇത്രയും ഭഗവാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ, നാരദൻ പറയുന്നുണ്ട് പാണ്ഡവരോട്, യുധിഷ്ഠിരൻ ഇങ്ങനെ പ്രഹ്ലാദ മഹാരാജിനെ പറ്റി കേൾക്കുമ്പോ പറയുന്നുണ്ട്, ഓ ആ പ്രഹ്ലാദ മഹാരാജാവ് എത്രയോ ഭാഗ്യം ചെയ്തതാണല്ലേ എന്ന് ചോദിക്കുമ്പോ യുധിഷ്ഠിരനോട് എന്താ നാരദര് പറയണത്, നിങ്ങളെ പോലെ ഭാഗ്യവാന്മാരാരാ ഉള്ളതെന്നാ ചോദിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഭഗവാൻ ഒരു ദൂതനായിട്ടും ഒരു എന്താ പറയാ തേരാളിയായിട്ടും ആ എച്ചില് വരെ ഭഗവാൻ എടുത്തു എന്താ ദ്രൗപദിക്ക് വേണ്ടി. അങ്ങനെ ആര് ചെയ്യും? അത്രയും പറയുമ്പോ ആരാ അല്ലെ, അത്രയും ഉയർന്ന ആ ഭഗവാൻ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പോലെ ആർക്കും വേണ്ടി ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞ നാരദൻ. അപ്പോ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവര്. കാരണം കൂട്ടത്തില് ഭഗവാൻ ഇപ്പൊ യുദ്ധക്കളത്തിൽ വെച്ചാണെങ്കിൽ കൂടെ അർജുനൻ പല പ്രാവശ്യം കാലോണ്ട അത്രേ ഭഗവാന്റെ മേത്ത് തട്ടുക. അപ്പൊ അതിനൊരു കഥയും കൂടെ പറയുന്നുണ്ട്. ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ ഒരു വാള് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ എല്ലാം ഇങ്ങനെ വെട്ടി വെട്ടി കളയുക. അപ്പൊ ചോദിക്കും, ഇങ്ങനെ എന്തിനാ ഈ ദേഷ്യത്തിൽ നടക്കണേ? അപ്പൊ 4 പേരോട് ദേഷ്യം ഉണ്ടെന്നാ പറയണേ. ഒന്ന് നാരദൻ, പിന്നെ ഒന്ന് ആരാണ് അർജുനൻ, പിന്നെ ഒന്ന് ദ്രൗപദി, പിന്നെ ആരാണ് എനിക്ക് അങ്ങോട്ട് കിട്ടണില്ല. അപ്പോ എന്തിനാ ഇവരൊക്കെ ദേഷ്യപ്പെടുന്ന വെച്ചാൽ നാരദൻ ഒരിക്കലും ഭഗവാന് സമാധാനം കൊടുക്കില്ല. എപ്പോഴും ഇങ്ങനെ നാരായണ നാരായണ എന്ന് വിളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ഭഗവാൻ ഒരു റെസ്റ്റ് കിട്ടണ്ടേ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അതേപോലെ ദ്രൗപദി അല്ലെ, ദ്രൗപദിക്ക് സമയം വന്നപ്പോ എപ്പോഴും കൃഷ്ണനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അർജുനൻ എന്താ ചെയ്ത്, ആ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് എന്റെ ഭഗവാനെ എന്തോരാ ദ്രോഹിച്ചത്, കാല് വെച്ച് ചവിട്ട. അപ്പൊ അർജുനനാണ് ഈ ചെന്ന് ചോദിക്കണത് കേട്ടോ ഈ ബ്രാഹ്മണനോട്, എന്തിനാ ഇത്ര ദേഷ്യത്തിൽ ഇങ്ങനെ ഇതൊക്കെ വെട്ടിക്കളയുന്നതെന്ന് വെക്കുമ്പോഴേ പറയാം, ഞാൻ എന്റെ വാള് ശരിയാക്കി വയ്ക്കുക, കാരണം അവരെ കണ്ടിട്ട് വേണം എനിക്ക് അവരെ തീർക്കാൻ. കാരണം അവരൊക്കെ എന്റെ ഭഗവാനെ അത്രയും അധികം ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഓരോ ഭക്തന്മാരുടെ എന്താ പറയാ മനോനില. അപ്പൊ ഈ അർജുനന്റെ കാര്യത്തിലാണെങ്കിൽ ഭഗവാന്റെ സഖാവാണ്. ഭഗവാൻ എപ്പോഴും ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്, എന്താ പറയാ, നീ എന്റെ സുഹൃത്താണ്, എന്റെ ഭക്തനാണ്, അസൂയ ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് അർജുനന് വേണ്ടി. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഭഗവാൻ അർജുനനോട് എത്ര അറ്റം വരെ ഭഗവാൻ ചെന്നു അല്ലെ, അത്രയും ഇഷ്ടമാണ് ഭഗവാന്. ഭഗവാന്റെ ഭക്തന്മാര് എത്രത്തോളം ഭഗവാന് വേണ്ടി സേവ ചെയ്യണു അല്ലെങ്കിൽ ഭഗവാനെ ഭജിക്കണു. ഗുഡാകേശൻ എന്നാണ് പറയാ, കാരണം എപ്പോഴും ഭഗവാനെ തന്നെയാണ് അർജുനന്റെ മനസ്സില്. അപ്പൊ ആ അർജുനനാണ് ഇവിടെ പറയണത് അല്ലെ. അപ്പൊ അതിന് നമുക്ക് പ്രഭുപാദ എന്താ പറയണത്, അതിനെ നമ്മള് മനസ്സിലാക്കണം. കാരണം അവര് രണ്ടാളും കൂടിയാണ് കുരുക്ഷേത്ര പോർക്കളത്തിൽ വെച്ചിട്ട് അർജുനന് അനുഭവസ്ഥനാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമിത്വം ധർമ്മ സമ്മൂഢചേത ശ്രേയസാ നിശ്ചിതം ബ്രൂഹി തന്നെ ശിഷ്യസ്നേഹം ശാദിമാം ത്വാം പ്രപന്നം. ഞാൻ അങ്ങയെ അഭയം പ്രാപിക്കണു കൃഷ്ണ, കാരണം എനിക്ക് അറിയണില്ല ഞാൻ എന്താ ചെയ്യണ്ടേ. നമ്മളും പലപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുമ്പോ
ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഭഗവാനോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഭഗവാന്റെ തന്നെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഗുരുക്കന്മാരോട് നമുക്ക് ചോദിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ അർജുനൻ അത്രയും ക്ലിയർ ആയിട്ട് ഭഗവാനെ കുറിച്ച് അറിയാം. എന്നാൽ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ മുൻപ് അറിഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച അർജുനന്റെ വിവരണം പ്രാമാണികമാകുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ പ്രാമാണികമാകുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ശരിയായ ഗുരുശിഷ്യ പരമ്പരയിൽ കൂടെ വേണം നമ്മൾ ഏതൊരു കാര്യം ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഇവിടെ ഗുരുശിഷ്യ പരമ്പരയിൽ ഭഗവാൻ തന്നെ അർജുനോട് പറയേണ്ട, ഞാൻ പണ്ട് വിവസ്വാന് പറഞ്ഞു കൊടുത്തതാണ്. അവിടെ നിന്ന് അത് എന്താ പറയാ, മനുവിനും ഇക്ഷാകുവിനും ഒക്കെ മനസ്സിലായി. അത് കാലക്രമേണ ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ നിന്നെ യോഗോ നഷ്ട പരന്തപ, അതെങ്ങനെ നഷ്ടം അതിങ്ങനെ ഇല്ലാണ്ടായപ്പോ ഞാൻ ഇത് നിനക്ക് തിരിച്ചും പറഞ്ഞു തരണമെന്ന് ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അർജുനന്റെ വാക്കുകൾ നമ്മൾ ഇവിടെ പ്രാമാണികമാക്കി എടുക്കണമെന്ന് തന്നെയാണ് നമ്മളോട് പ്രഭുപാദ പറഞ്ഞു തരുന്നത്. എന്നിട്ട് പറഞ്ഞു തരികയാണ്, കൃഷ്ണൻ സർവശക്തനാണ്. ഇപ്പൊ നമ്മള് അറിയാം, സർവശക്തനാണ്. എങ്ങനെയാണ്? ഭഗവാന്റെ കൈകൾക്കുള്ള ബലത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിന്റെയും ശക്തിയുടെയും ഉറവിടം ഭഗവാനാണ്. അപ്പൊ ആ എല്ലാ ശക്തികളുടെയും ഉറവിടമായ ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആരും ഒന്നിനും ബുദ്ധിമുട്ടണ്ട, അല്ലെങ്കിൽ പേടിക്കണ്ട. അപവർഗസ്യ, എല്ലാ അപവർഗങ്ങളിൽ നിന്നും നമ്മൾക്ക്, അതായത് മോക്ഷമാർഗത്തിലേക്ക് നമുക്ക് വരണം. ഈ ഭൗതിക ക്ലേശങ്ങളാകുന്ന ഈ കാട്ടുതീയിൽ നിന്ന്, ദാവാഗ്നി അല്ലെ, ആ ഈ കാട്ടുതീയിൽ നിന്ന് സംസാര ദാവാനലലിടലോക ത്രാണായ കാരുണ്യ ഘനഘനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. അപ്പോ ഈ ആയ ഈ അഗ്നിയിൽ നിന്ന്, സംസാരമാകുന്ന ഈ അഗ്നിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം, ഗുരുവിന്റെ ചരണങ്ങളെ നമ്മളെ മുറുക്കി പിടിച്ച്, അതായത് ഗുരുവാണ് നമുക്ക് ഭഗവാനെ കാണിച്ചു തരുന്നത്, ആ ഭഗവാൻ നമുക്ക് ഗുരുവിനെ കാണിച്ചു തരുന്നു. അപ്പൊ രണ്ടും അന്യോന്യം ഇതാണ്, എന്താ പറയാ, ചേർന്നിരിക്കുന്നതാണ്. ഒരിക്കലും നമ്മൾ ഗുരു ഇല്ലാണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചാലോ പഠിച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടെ കൃഷ്ണാവബോധത്തിൽ വന്ന ശേഷം നമുക്ക് തന്നെ മനസ്സിലാവാം അല്ലെ വ്യത്യാസം. ഓ, ഇത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് ഇതാണല്ലേ പറഞ്ഞത്. കാരണം നമ്മള് ശ്രവണം എപ്പോഴും ഭഗവാൻ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഗുരു പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ശ്രവിക്കുക. എത്രത്തോളം ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നോ അത്രത്തോളം നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എത്രത്തോളം നമ്മൾ ഭഗവാനെ മനസ്സിലാക്കണോ അത്രത്തോളം നമുക്ക് ഭഗവാനിലേക്കുള്ള അടുപ്പം വരും. ആ ഭഗവാൻ നമ്മുടെ ആ 5 രസത്തിൽ കൂടെ എന്നല്ല, 12 രസം, ചെറിയ സബ്ബായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ കംസനാണെങ്കിലും ദുഷ്ടതയെ കൂടെ ആണെങ്കിലും, അല്ലെങ്കിൽ പേടിച്ചിട്ടാണെങ്കിലും ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കംസനെ പോലെ ആവണമെന്നല്ല, അത് കാരണം ദേഷ്യത്തിലാണെങ്കിലും ഭഗവാനെ വിചാരിക്കുന്നുണ്ടല്ലോ എന്നല്ല, നമ്മൾ ഭഗവാനെ അല്ലാണ്ട് തന്നെ ശാന്തമായിട്ടോ പ്രേമത്തിൽ കൂടെയോ വാത്സല്യത്തിൽ കൂടെയോ, അല്ലെങ്കിൽ മാധുര്യം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ഒരു ലെവലിലേക്കൊന്നും നമ്മൾക്ക് അറിയാം, അതൊന്നും നമുക്ക് യോഗ്യത ഇല്ലെങ്കിലും നമുക്ക് ആഗ്രഹിക്കാം അല്ലെ, ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അപ്പോ ഭഗവാനിലേക്ക് അടുക്കാനായിട്ടുള്ള ഏതെങ്കിലും മാർഗം ഏന പ്രകാരേണ എന്തെങ്കിലും വിധത്തിലും നമ്മൾ ഭഗവാനെ എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പൊ ആ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ, ഭഗവാൻ പറയുന്ന ഓരോ വാക്കുകളും അത്രയും രത്നങ്ങളാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഭഗവത്ഗീത എന്ന് പറയുന്നത് നിസാരല്ല. നമ്മൾ പഠിക്കും തോറും ഭഗവത്ഗീതയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ, ഇനിയും പഠിക്കാനുണ്ട്, ഇത്ര ഒന്നും പോരാ. നമ്മളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഭഗവത്ഗീത കിട്ടി, നമ്മളൊക്കെ സർട്ടിഫിക്കറ്റ്, ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക കാരണമുണ്ട്. അപ്പൊ ഒരു ഇതുണ്ട്, ഇപ്പൊ സർട്ടിഫിക്കറ്റ് കുറെ മേടിച്ച് വെച്ചാൽ ഭഗവത്ഗീത മനസ്സിലാവില്ല. ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. ആ കാരുണ്യം ഭക്തന്മാരിൽ കൂടെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കിയാൽ നമുക്ക് അതിനെന്താ കാരണം എന്ന് പറയാൻ, ഭക്തരുടെ നിർഭയതയ്ക്ക് ഹേതുവാകുന്നു. അപ്പൊ ഇവിടെ കൃഷ്ണനെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭക്തന്മാരിൽ കൂടെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു ഭയം, കാരണം എന്റെ സർവശക്തനായ ഭഗവാൻ, സർവാദി ലോകത്തിന് തന്നെ
എല്ലാത്തിന്റെയും ഈശ്വരനായ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം, എല്ലാത്തിന്റെയും കാരണങ്ങളായ ആ ഭഗവാൻ തന്നെ എന്റെ ഉള്ളിലുള്ളപ്പോൾ, അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ളപ്പോൾ, എന്റെ ആളായിട്ട് എന്റെ അടുത്തുള്ളപ്പോ ഞാൻ എന്തിനാ എല്ലാവരും പേടിക്കണേ? പേടിക്കാന്ന് വെച്ചാൽ എല്ലാവരോടും പോയി തമ്മിത്തല്ലാന്നല്ല. നമ്മളുടെ ഓരോ ബുദ്ധിമുട്ടുകളിലും അതിനൊക്കെ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ട് ഭഗവാൻ ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പേടി, ഇനി നാളെ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഉള്ളതാ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകള്, അല്ലെങ്കിൽ രോഗങ്ങള്, അല്ലെങ്കിൽ പലതരത്തില്. ആരും ഈ ഭൗതിക ലോകത്തില് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. എത്ര പണക്കാരനാണെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും കഴിഞ്ഞ കാലത്തില് പണം കൊണ്ട് ബുദ്ധിമുട്ടിയില്ലെങ്കിൽ ചിലവര് ബന്ധങ്ങളിൽ കിട്ടാണ്ട് ബുദ്ധിമുട്ടുണ്ടാവും, ചിലവര് വേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചുള്ള എന്താ പറയാ വിഷമങ്ങളും, നാളെ വരാൻ എന്താണോ, നാളെ എന്താവും എന്നുള്ള ഉത്കണ്ഠ, നമുക്ക് എല്ലാവർക്കും ഒരു ഉത്കണ്ഠ ഉണ്ടാവും. ഓ, നാളെ എന്താണോ വരെ, എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അങ്ങനെയുള്ള ആ ഉത്കണ്ഠയിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ആ മോഹം, അയ്യോ എനിക്ക് ഇന്നൊക്കെ ചെയ്യണം, എനിക്ക് ഇതൊക്കെ ചെയ്യാനുണ്ടെന്ന്, അങ്ങനെയുള്ള ആ ചിന്തകൾ, ഈ മൂന്നവസ്ഥകളിൽ കൂടെ പോവാത്ത ഒരു ജീവികളും ഇല്ല. അപ്പൊ ഇന്നലെ, ഇന്ന്, നാളെ, ഈ ഇന്നലെ ആയാലും ഇന്നായാലും നാളെ ആയാലും എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ നമുക്കെല്ലാം ഇപ്പോഴാണ്. എപ്പോഴും ഭഗവാൻ ഉണ്ട്. പിന്നെ എന്തിനാ നമ്മൾ ഇന്നലെയും ഇന്നത്തെ നാളത്തെയും കാര്യമാണ്? ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ പാഠങ്ങളാണ്. അതിൽ കൂടെ നമ്മൾ എങ്ങനെ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും? എന്തിനായിരിക്കും ഭഗവാൻ അങ്ങനെയെല്ലാം എനിക്ക് ചെയ്തത്? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? അതിനെല്ലാത്തിനും കാരണം എനിക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ ഭഗവാൻ തന്ന ഒരു വഴിയാണ്, അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് അഹങ്കരിച്ചിട്ടുണ്ടാവാം, അപ്പൊ അതിന് ഭഗവാൻ തന്നൊരു കൊട്ടാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്നൊരു ശിക്ഷയാണ്. അങ്ങനെ നമ്മൾ ഭഗവാനുമായിട്ട് ഓരോന്നിനെയും ബന്ധപ്പെടുത്താനായിട്ട് ശ്രമിച്ചാൽ നമ്മൾക്ക് വരുന്ന അടുത്തതില് നാളെ ഇനി എന്ത് എന്നുള്ള ചിന്തയുടെ ആവശ്യം വരുന്നില്ല. കാരണം ഭഗവാൻ അറിയാം എന്താ വരുത്തേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അപ്പൊ ആ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ബോധത്തോടു കൂടെ നമ്മൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നാൽ മുഴുവനും നമ്മൾ ഭഗവാനിലേക്ക് അർപ്പിക്കാനായിട്ട് സാധിച്ചാൽ അതിനും ഭഗവാന്റെ കാരുണ്യം വേണം. ഭഗവാന്റെ കാരുണ്യം ഇല്ലാണ്ട് നമുക്കൊന്നും സാധിക്കില്ല. ആ ഭഗവാന്റെ കാരുണ്യം നമ്മൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഭഗവാനെ ശരണാഗതി അടയുക. ആ ശരണാഗതി അടഞ്ഞാൽ അതിനുള്ള മോക്ഷമാർഗത്തിലേക്ക് പോകാനുള്ള വിധം ഭക്തന്മാര് മോക്ഷം പോലും ആശ്രയിക്കില്ല എന്നാണ് പറയാ. ഭഗവാനും നമുക്ക് അത്ര വേഗമൊന്നും ഭഗവാനെ തരില്ല. കാരണം തന്നു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മൾക്ക് പറയേണ്ടത്, നമുക്ക് അറിയാം കുറൂരമ്മ കലത്തിലിട്ട് അടച്ച കാര്യം. കാരണം അത്രയും പരിശുദ്ധ ഭക്തിയായിരുന്നു. അപ്പൊ ആ ഭക്തയുടെ മുമ്പിൽ ഭഗവാൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഭഗവാൻ നിന്നു കൊടുക്കും. ഭഗവാൻ അറിയാം എന്റെ ഭക്തയുടെ ഉള്ളില് ഞാനല്ലാണ്ട് ആരുമില്ല, ആ ഭക്തയ്ക്ക് ഞാനല്ലാണ്ട് ആരുമില്ല, പിന്നെ ഞാൻ എങ്ങനെ കൂടെ നിൽക്കാണ്ടിരിക്കുക? പുറമേന്ന് കാണുമ്പോ ഇപ്പൊ മീരാബായി ആണെങ്കിൽ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് നടക്കുമ്പോ മീരാബായിയെ പലരും കളിയാക്കിയിട്ടുണ്ട്, പലരും പലതരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആ അമ്മയുടെ ഉള്ളിൽ ഭഗവാൻ മാത്രമേ, മുമ്പിൽ കാണുന്നതൊക്കെ ഭഗവാനാണ്. അപ്പോ ഭഗവാൻ എങ്ങനെയാ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോന്നും കല്ലും മണ്ണും മുതല് അത്രയും വലിയ ആനയെ, തിമിംഗലത്തിനെ, എല്ലാത്തിനെയും കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം എന്റെ ഭഗവാനാണ്, ഇതെല്ലാം എന്റെ ഭഗവാൻ ഇതിലുണ്ട്. അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മള് എല്ലാത്തിലും ഭഗവാനെ കാണാനും എല്ലാം ഭഗവാനിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാനും നമ്മൾക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ, സർവശക്തനായ ഭഗവാൻ നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളെ വിഷമിക്കണ്ട എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അഭയങ്കര, നമ്മൾക്ക് ഒരിക്കലും ഭയത്തിന്റെ ആവശ്യമില്ല. അപവർഗം എന്ന് പറയുമ്പോ അറിയാം, നമ്മള് എന്താ പറയാ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഈ ഭൗതിക ക്ലേശത്തിലെ പല വിഷമങ്ങളിൽ നിന്ന് ഈ കുതിരയുടെ ഒക്കെ വായിന്ന് കുറെയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ എല്ലാ മൃഗത്തിന്റെ ആയാലും പതയും നൊരയൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള ആ എന്ന് പറഞ്ഞാൽ അതിനെ ഫേനം എന്നാ പറയാ, അങ്ങനെയുള്ള ആ പതയും നൊരയൊക്കെ എല്ലാം വന്നിട്ട് ഈ ബന്ധനത്തിൽ നിന്ന് നമ്മളെ ഭയം, അവസാനം മരണം, അല്ലെ, പാപഭമ, ആ ഒരു ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ഭഗവാന് മാത്രമേ സാധിക്കൂ. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ അഭയങ്കര എന്നിട്ട് പറയണത് എന്താ? ത്വമേകോ, ത്വം ഏകാഹ, അങ്ങ് മാത്രാണ് എനിക്ക് ആശ്രയമായിട്ടുള്ളത്. ദഹ്യമാനാന എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ കത്തി നിൽക്കണ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കാനുള്ളത്? ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ.
ഭൗതിക ലോകത്തിന്റെ ഈ ക്ലേശങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് എന്റെ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ പറയണത് എന്താ? ഭഗവാനാൽ പ്രദാനം ചെയ്യപ്പെടുന്ന സംരക്ഷണത്താൽ ഒരു ഭഗവത് ഭക്തൻ സദാ നിർഭയനാകുന്നു. അപ്പോ നമ്മളെ സംരക്ഷിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് വന്നാൽ, അല്ലെങ്കിൽ ആ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് വന്നാൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടണ്ട. കുറച്ചു നാൾ മുമ്പാണ് വായിച്ചതാണ്, ഗുരുവായൂര് ഒരു മാതാജിക്കുള്ള ഒരു അനുഭവത്തിനെ കുറിച്ച് പറയണ്ടായി. കാരണം മാതാജി ഇങ്ങനെ ഭയങ്കര ഗുരുവായൂരപ്പ ഭക്തിയാണ്, അവര് തന്നെ പറഞ്ഞതാണ്. അപ്പൊ അവരിങ്ങനെ എപ്പോ ഇറങ്ങുമ്പോഴും ഭഗവാനെ കൂടെ ഉണ്ടാവണട്ടോ എന്ന് പറഞ്ഞ അത്ര പോവാ. അപ്പൊ അങ്ങനെ അവര് വഴിയിൽ നടന്നുകൊണ്ട് പോണ സമയത്ത് ഇരുട്ട് രാത്രിയായി. അപ്പൊ അവര് നടക്കണ വഴിയിൽ ആരും അങ്ങനെ ഇല്ല. അപ്പൊ അവർക്ക് ആരും അവരെ ഇങ്ങനെ ഫോളോ ചെയ്യണ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് ഫോളോ ചെയ്യണ കണ്ടപ്പോ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു അത്രേ. വിളിച്ച് ഞാൻ ഇന്നത്തെ കാലം അറിയാലോ, അപ്പൊ അവര് പോണ വഴിയും അത്ര സുഖമുള്ള വഴിയല്ല. അപ്പൊ അവരിങ്ങനെ പോയി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി ഇത്ര അവരുടെ പുറകിൽ ആരോ ഉണ്ടെന്ന്. ആരാണെന്ന് അപ്പൊ അവർക്ക് പേടിയാണ് ആ സമയത്ത് തോന്നിയത്. എന്നാൽ അവരവരുടെ വീട്ടിലേക്ക് കയറിയപ്പോഴും അവര് തിരിഞ്ഞു നോക്കുമ്പോ ആ ആള് അങ്ങനെ പോയിന്ന് അവര് കണ്ടു. പക്ഷെ പുറകിൽ അവരെ പിന്തുടർന്ന് വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവര് കാണാനില്ലാണ്ടായി. അപ്പൊ അവർക്ക് ജിജ്ഞാസയായി, ആരാണോ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവരെങ്ങനെയോ ആ ആൾക്കാരെ മനസ്സിലാക്കി ചോദിച്ചപ്പോ പറഞ്ഞു അത്രേ, എങ്ങനെയോ അറിഞ്ഞു വന്ന്, അതായത് ഇവരെ പിന്തുടർന്ന് കുറച്ച് ആൾക്കാർ വന്നപ്പോ ഈ മാതാജിയുടെ പുറകിൽ ഒരാൾ വന്നിങ്ങനെ നിന്നു. അത് കണ്ടപ്പോ ഇവർക്ക് പേടിയായിരുന്നു, ഇവരെ പിന്തുടർന്ന് വന്ന ആൾക്കാർക്ക്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഭഗവാൻ ഏത് രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും നമ്മളെ രക്ഷിക്കാനായിട്ട് വരാൻ പറ്റും. മങ്ങാട്ടച്ഛനായിട്ട് പൂന്താനത്തിനെ രക്ഷിച്ച ഭഗവാനല്ലേ, അപ്പൊ നമ്മുടെ കൂടെയും ഭഗവാൻ വരാണ്ടിരിക്കില്ല. അപ്പൊ ആ ഒരു പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിർഭയരായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നിട്ട് പറയുന്നു, കാനനത്തിൽ ആളിപ്പടരുന്ന അഗ്നി സമാനമായ ഭൗതിക അസ്തിത്വത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപയാൽ, ഭഗവാന്റെ കൃപ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അല്ലാതെ നമ്മുടെ ഞാൻ എൻ്റെ അല്ലെങ്കിൽ ഞാനാണ് ഇതിന്റെ എല്ലാം ഇത് എന്താ പറയാ, രാമാനുജാചാര്യ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത് ചെന്നു അത്രേ, ഇങ്ങനെ എനിക്ക് വിദ്യ അഭ്യസിപ്പിച്ചു തരണമെന്ന്. അപ്പൊ അദ്ദേഹം ചോദിച്ചു ആരാ വന്നത് എന്ന് ചോദിച്ചെന്ന്. ഞാൻ രാമാനുജനാണെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു ഞാൻ മരിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് അപ്പം മനസ്സിലായില്ല. അങ്ങനെ ഒരു 10-18 പ്രാവശ്യത്തോളം അദ്ദേഹം ചെന്നു. ആ സമയത്തൊക്കെ പറയും ഇതാണ്, ഞാൻ മരിച്ചിട്ട് വന്നാൽ മതി. കുറച്ച് കഴിഞ്ഞ് പിന്നെ പോണെന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായി ഇദ്ദേഹം എന്ത് ഞാൻ മരിച്ചിട്ടെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ രാമാനുജൻ എന്നാണ് പറഞ്ഞതല്ലോ. അപ്പോ പിന്നത്തെ പ്രാവശ്യം പോയിപ്പോ പറഞ്ഞു ഞാൻ അല്ല അടിയൻ അവിടത്തെ ഇതിനെ കൃപയ്ക്കായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിനെ ആ ശിഷ്യനായിട്ട് സ്വീകരിച്ചുള്ളൂ. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ആ അഹം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അത് എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും പോവാം. അതൊന്നും നമുക്ക് അറിയില്ല. ചില സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ഈ അഹമൊക്കെ വരുന്നത്. നമുക്ക് അല്ലാണ്ട് ഇപ്പൊ ഒറ്റയ്ക്ക് വീട്ടിലൊക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു 10 പേരുടെ മുമ്പില് നമ്മൾ നിൽക്കുകയാണ്, കുറച്ച് നമുക്കാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവര് കാണുന്നതിൽ നമുക്ക് അഹമൊന്നും ഉണ്ടാവില്ല. എന്നാൽ കുറച്ച് വലിയ ആൾക്കാരുടെ ഇടയിലാണ് നിൽക്കണമെങ്കിൽ നമ്മൾ ഒന്നൊന്ന് ചിന്തിക്കും, ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലേ, പിന്നെന്താ. ആ അഹം അപ്പൊ നമ്മുടെ അവിടെ പുറത്തേക്ക് വരും. അല്ലെങ്കിൽ നമ്മളെക്കാളിൽ ഇപ്പൊ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനം ചെലുത്താൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ അഹം പുറത്തേക്ക് വരും. അപ്പൊ ഈ അഹം എപ്പോ വരും എപ്പോ പോകുന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അതിന് നമ്മള് എപ്പോഴും ചിന്തിക്കാൻ ഭഗവാൻ അനുഗ്രഹം തരണം, കൃപ വേണം. എന്താ മാത്രമേ നമുക്ക്. അർജുനൻ തന്നെ ആലോചിച്ച് നോക്കൂ, എപ്പോഴും ഭഗവാന്റെ കൂട്ടത്തിലുള്ള ആളാ, എപ്പോ നോക്കിയാലും ഭഗവാനെ തന്നെ ചിന്തിക്കുന്ന ആളാണ്, എപ്പോഴും കൃഷ്ണന്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാ. എന്നിട്ട് അർജുനന് എത്രയോ പ്രാവശ്യം ഭഗവാൻ പല തരത്തില് എന്താ പറയാ പരീക്ഷണങ്ങൾ നടത്തിയില്ലേ. കാരണം എന്താണ്ടാ ആഹം ഇടയ്ക്കിടയ്ക്ക് അർജുനന് പുറത്തേക്ക് വരും. അപ്പൊ ആ അഹത്തിനെ ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ സന്താന ഗോപാല മൂർത്തിയുടെ ലീലയാണെങ്കിലും നരനാരായണന്മാരുടെ ലീലയാണെങ്കിലും ഒക്കെ അർജുനന്റെ അഹങ്കാരം കൂടെ ശമിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കണമെങ്കിൽ ഭഗവാന്റെ പരിപൂർണമായ കൃപ വേണം. എപ്പോഴാ മായ രൂപത്തിൽ നമ്മളെ വന്ന് ഈ അഹം പിടിക്കണേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ശ്രീകൃഷ്ണൻ ഉണ്ടെങ്കിൽ അവിടെ സൂര്യന്റെ പ്രകാശമാണ്. മായാഹയ അന്ധകാര, മായ അന്ധകാരം. അപ്പൊ ആ അന്ധകാരത്തിനെ മാറ്റണമെങ്കിൽ എന്താ വേണ്ടേ? ഭഗവാന്റെ കൃപ. ആ സൂര്യന്റെ പോലെയുള്ള ഏത് മാലിന്യം എങ്ങനെ വലിച്ചെടുത്താലും ഒരിക്കലും സൂര്യൻ കളങ്കപ്പെടണില്ല. അങ്ങനെ പൂർണ്ണമായും മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായ ഭഗവാനെ മാത്രം ആശ്രയിച്ചാലേ ഉള്ളൂ നമുക്ക്
ഈ സംസാരമാവുന്ന ഈ വൻകടലിൽ നിന്ന് അല്ലെങ്കിൽ ഈ ദാവാഗ്നിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതിനെന്താ വേണ്ടത്? യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ അപ്രസാദാൻ ന ഗതി കുതോപി ധ്യായൻ സുവന്തസ്യ യശത്രിസന്ധ്യം വന്ദേ ഗുരുശ്രീ ചരണാരവിന്ദം. എപ്പോഴും യസ്യ പ്രസാദം, ആര് പ്രസാദിക്കണം? നമ്മുടെ ഗുരു നമ്മളിൽ പ്രസാദിക്കണം. അപ്പൊ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവും. കാരണം ഭഗവാന് അത്രയും ഇഷ്ടപ്പെട്ട ആളുകളാണ് നമ്മുടെ ആചാര്യന്മാരായിട്ട് നമ്മുടെ മുമ്പിലെ കൃഷ്ണാവബോധത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ആചാര്യന്മാരുടെ പ്രസാദം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനിൽ പൂർണ്ണമായ ശരണാഗതി അടയാനും നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ആത്മീയ ഗുരുവെന്ന സുതാര്യമായ മാധ്യമത്തിലൂടെ ലഭ്യമാകുന്നു. ഇവിടെ അതിനു മുമ്പ് ഒരു ലൈനിൽ പറയുന്നത് ആത്മീയ ഗുരു ഭഗവത് കൃപയുടെ പ്രതിനിധിയാകുന്നു. ആകയാൽ ഭൗതിക അസ്തിത്വത്തിന്റെ ജ്വാലയിൽ വെന്തുരുകുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ കൃപയാകുന്ന വൃഷ്ടി ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ആത്മീയ ഗുരുവെന്ന സുതാര്യമായ മാധ്യമത്തിലൂടെ ലഭ്യമാകുന്നു. ഭഗവാനായുന്ന ആ മഴ അല്ലെ, ഭഗവാന്റെ അനുഗ്രഹമാകുന്ന അനുഗ്രഹ ചന്ദ്രന്റെ കിരണങ്ങളാകുന്ന, നമുക്ക് ശിഷ്ടാഷ്ടകത്തില് പറഞ്ഞു തരണ്ടല്ലേ, ഹരിയുടെ പാദങ്ങളിൽ മാത്രം ശരണം പ്രാപിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഹരിയുടെ പാദങ്ങളിൽ നമ്മൾ നമസ്കരിച്ചാൽ എന്താണ് ഉണ്ടാവണേ? നമുക്ക് ഈ ക്ലേശിക്കുന്ന ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് ആനന്ദ ജ്ഞാനം സന്നിവേശിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അതീന്ദ്രിയമായ ഭഗവാനെ കുറിച്ചുള്ളതെല്ലാം അതീന്ദ്രിയമാണ്. ഭഗവാൻ തന്നെ സച്ചിദാനന്ദ വിഗ്രഹനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനിൽ കൂടെ നമുക്കെല്ലാം ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആത്മീയ ഗുരുവിന്റെ അനുഗ്രഹം വേണം. അപ്പൊ അനുഗ്രഹ ചന്ദ്രനാകുന്ന ആ ഭഗവാനിൽ കൂടെ നമ്മുടെ ക്ലേശാഗ്നികളെല്ലാം മാറ്റി ആ ഹരിയുടെ പാദങ്ങളിൽ എല്ലാവർക്കും ആശ്രയിക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും പറയാം? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, നല്ല ഇതായിരുന്നു. ഹരേ കൃഷ്ണ. ഗുരുക്കന്മാരുടെ കാരുണ്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നല്ല ഭക്തി തോന്നി. ക്ലാസ് കേൾക്കുമ്പോ നമുക്ക് അറിവ് മാത്രമല്ലല്ലോ മാതാജി, ഭക്തിയും വേണമല്ലോ. അപ്പൊ നല്ല ഭക്തി മാതാജി ക്ലാസ്സിൽ എനിക്ക് നന്നായിട്ട് നല്ല ഫീൽ ചെയ്തു ഭക്തി. പിന്നെ മാതാജി ഒരു പിന്നെ ഈ വാളുകൊണ്ട് വെട്ടുന്നത് ആരാണ് മാതാജി? ആ ഒന്നും കൂടെ പറഞ്ഞു തരാമോ? അത് ഒരു കഥ, ഉപനിഷത്തിലെ ഒരു കഥയാ മാതാജി. അത് നാല് പേരുടെ പേര് പറയണ്ട, എനിക്ക് അതിൽ ഒരാളുടെ പേര് കിട്ടണില്ല. അതായത് ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം വലിയൊരു വാളും പിടിച്ച് നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പുല്ല് പറിക്കണത് പോലും ആ വാള കൊണ്ടാണ്. അത് കണ്ടുകൊണ്ട് അർജുനൻ വരികയാണ്. അർജുനന് കൃഷ്ണനും ഉണ്ട്. എന്താ മാതാജി? മനസ്സിലായി മാതാജി, പറയണം. അപ്പൊ അർജുനന് കൃഷ്ണൻ വരുമ്പോ അർജുനൻ വിചാരിക്കും ഈ ഒരു പുല്ല് വെട്ടാൻ എന്റെ ഹൃദയം വരെ എന്താ പറയാ വാളിന്റെ വല്ല ആവശ്യമുണ്ടോ? ഈ കഥ അതെന്റെ ഒരാളും കൂടി ഉണ്ട് മാതാജി, എനിക്ക് ആ പേര് കിട്ടണില്ല. 4 പേരാ. അപ്പൊ കൊല്ലാനായിട്ട് നടക്കാൻ ഈ 4 പേരെയും. അപ്പോഴാണ് പറയണത്, ഒന്ന് നാരദൻ, പിന്നെ ഒന്ന് അർജുനൻ. അത്രയധികം എന്റെ ഭഗവാനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാ പറയണേ, കാലുകൊണ്ട് ചവിട്ടിയിട്ടൊക്കെ. പിന്നെ ദ്രൗപദി എന്താവശ്യം വന്നാലും കൃഷ്ണ 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 എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരാളാരാണ്, എനിക്കത് ഓർമ്മ വരുന്നില്ല മാതാജി. അപ്പൊ ആ അനന്തനാണോ? ഇല്ല, ഒരു ഭക്തന്റെ തന്നെ പേരാണ് വരിക. അപ്പൊ അപ്പോ അതിൽ നിന്ന് അർജുനൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഞാനാണ് വലിയ ഭക്തൻ എന്നാണല്ലോ അർജുനൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു ചിന്ത വരാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് ഭഗവാൻ അവിടെ മനസ്സിലാക്കി കൊടുത്തതാണ്, നീ മാത്രല്ല എന്റെ ഇഷ്ടംപോലെ ഭക്തന്മാരുണ്ട് എന്നുള്ളത്. എന്നാലും ഭഗവാൻ ഇഷ്ടം കൂടുതൽ പാണ്ഡവർ, കാരണം അവരെ അറിയാലോ, ദേവന്മാര് തന്നെയാണല്ലോ അവരൊക്കെ. അപ്പൊ അത്രയും ഇതോടുകൂടെ വന്നിട്ടുള്ളത് കൊണ്ട് ഭഗവാൻ അങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ അർജുനന് കൊടുക്കണ. ആ പേര് എനിക്ക് കിട്ടണല്ലേ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ, മനസ്സിലായി. പിന്നെ അർജുനനും ഇങ്ങനെ ഭഗവാൻ നാരദരെ അന്വേഷിച്ച് വരുമ്പോ ദ്രൗപദിയോട് ചോദിക്കുമ്പോൾ പറയും ഇപ്പൊ ഇവിടെ ഒന്നുമില്ല, ഹസ്തനപുരത്തിലാന്ന് പറയും, യുദ്ധസമയം. അപ്പൊ ചെല്ലുമ്പോ അർജുനൻ ഇങ്ങനെ ഭഗവാന്റെ മടിയിൽ കിടക്കുന്നു. അപ്പൊ നാരദർക്ക് ഭയങ്കര ദേഷ്യം തോന്നും, ഭഗവാനെ പിടിച്ച് കിടക്കയാക്കി വെച്ചേക്കുന്നല്ലോ എന്ന്. ഭഗവാൻ ഇത് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ അർജുനന്റെ ഒരു മുടി അവിടെ കൊഴിഞ്ഞു കിടക്കും, അതെടുത്തൊന്ന് ചെവിയിൽ വെക്കാൻ പറയും. അപ്പോഴും ആ മുടി പോലും പറയുന്നു കൃഷ്ണാർപ്പണം. അപ്പൊ അങ്ങനെയുള്ള ഭക്തനെ ഞാൻ എങ്ങനെ കൈയൊഴിയും? ഹരേ കൃഷ്ണ.
കിട്ടി മാതാജി. ഇതേപോലെ തന്നെ കഥ ഞാന് പാഞ്ചാലിയുടെയും കേട്ടിട്ടുണ്ട് മാതാജി. അത് ശരിയാണ്. പാഞ്ചാലി ഇങ്ങനെ ജയദ്രഥൻ അങ്ങനെയാ അത്ര ഇവരെ കണ്ടുപിടിക്കണത് കാട്ടില്. കാരണം കൃഷ്ണ 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 എന്നിങ്ങനെ കേൾക്കണൂന്ന്. അപ്പൊ ഇത് എവിടെന്ന് ഈ കേൾക്കണേന്ന് നോക്കുമ്പോ ദ്രൗപദി ഇങ്ങനെ തലമുടി ഇങ്ങനെ ഇതായിട്ട് കൊണ്ടിരിക്കാത്രേ. എന്താ പറയാ, നമ്മളെ തലമുടി ഇത് ചെയ്യില്ലോ, ചീവിക്കൊണ്ടിരിക്കില്ലേ. അപ്പൊ ആ സമയത്ത് ഓരോ തലമുടി നായര പോലും കൃഷ്ണ കൃഷ്ണ എന്നാ വിളിക്കണേന്ന്. അങ്ങനെയാണത്രേ ജയദ്രഥൻ ആ ശബ്ദം കേട്ടാണ് വന്നതെന്ന് അങ്ങനെ ഇത് പറഞ്ഞ പോലെ കേട്ടിട്ടുള്ളതാണ് മാതാജി. ഞാൻ വായിച്ചെനിക്ക് അത്ര അറിയില്ല. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കുറൂരമ്മ ഭഗവാനെ മൺകുടത്തിലൊക്കെ അടച്ചു വെക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് കുറൂരമ്മക്ക് അറിയാവോ ഇത് ഭഗവാനാണെന്ന്? ഇല്ല, അതോ ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടല്ല. ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടല്ല. ഒരു കുട്ടി കണ്ണ് കാണില്ലായിരുന്നല്ലോ അമ്മയ്ക്ക് അവസാനായപ്പോ. ഭഗവാനെ എപ്പോഴും വിളിക്കും. എനിക്ക് ആരുമില്ല ആശ്രയത്തിന് എന്ന് പറയുമ്പോ ഭഗവാൻ സ്വയം ഒരു ഉണ്ണിയായിട്ട് വരികയാണ്. അപ്പൊ ഈ ഉണ്ണി എല്ലാ പണികളും ചെയ്തു കൊടുക്കണത് ഈ ഉണ്ണിയാണ്. ഉണ്ണിയെ കൊണ്ടാണ് ഈ പണികളൊക്കെ ചെയ്യിക്കണത്. അപ്പോഴാണ് വില്വമംഗല സ്വാമിയാര് വരാന്ന് പറയും. അപ്പൊ ഈ കുട്ടി അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കണ കാണുമ്പോ എനിക്ക് മതിയായി കുട്ടിയെ കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ്, ചിലവര് പറയും കലത്തിൽ അടച്ചുന്ന്, ചിലവര് പറയും കെട്ടിയിട്ടുന്ന്. അങ്ങനെ വില്വമംഗല സ്വാമിയാരാണ് മനസ്സിലാക്കുന്നത് ഭഗവാൻ ഇങ്ങനെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ടെന്ന്. കാരണം അദ്ദേഹം പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാനെ കണ്ടിട്ടാണല്ലോ പൂജ ചെയ്യുക. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പൂവിടുമ്പോ ഭഗവാൻ ഇങ്ങനെ കെട്ടി കിടക്കുക, അതോ കലത്തിൽ അടച്ചു കിടക്കാണ്. അപ്പൊ അവിടെ നിന്ന് വരിക ചെയ്യണത് കൃഷ്ണ ഭഗവാനെ. അപ്പൊ പറയും പറയണ്ട പറയണ്ടെന്ന്, നമ്മോട് പറയണ്ടെന്ന് പറയണത്. അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. ഹരേ കൃഷ്ണ. അത് ശരി. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ. നിർത്താലോ. ഹരേ കൃഷ്ണ. ക്ലാസ് നന്നായിരുന്നു മാതാജി. താങ്ക് യു സോ മച്ച്. പ്രണാംസ്. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു മാതാജി. എല്ലാവർക്കും എന്റെ ഹരേ കൃഷ്ണ പ്രണാമം. മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം കൂടി ഈ എന്താ പറയാ ഗുരുരമ്മിന്റെ കഥയില്ലേ അത് അറിയാം എങ്കിലും മാതാജിയുടെ എന്താ വായിന്ന് കേൾക്കുമ്പോ അത് വേറൊരിത്. പക്ഷെ എന്നാലും നല്ല ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. മാതാജിക്ക് സമയം ഉണ്ടാവുമ്പോ മാതാജി ഒന്ന് പറഞ്ഞു തരണേ. എന്ത് കാര്യം മാതാജി? എന്ത് കാര്യം? ഇത് കുറൂരമ്മിന്റെ കഥ. കുറൂരമ്മയുടെ. ഓക്കെ. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ. മാതാജി വളരെ നല്ല മനോഹരമായ ക്ലാസ്. ഞങ്ങൾക്ക് എത്രയോ കാലം മിസ്സായി പോയി. എനിക്കാണ് പ്രഭു മിസ്സായത്. ഹരേ കൃഷ്ണ. ഇത്രയും മനോഹരമായ ക്ലാസ്. പറഞ്ഞാലും പരമാനന്ദ പ്രഭു. സത്യമാണ്. ഒരു അമ്മൂമ്മ നമുക്ക് പറഞ്ഞു തരുന്ന എല്ലാ അമ്മമാരും ഓരോരോ കഥ പറയുന്നത് കേൾക്കാൻ നല്ലൊരു കുടുംബം രാവിലെ. ഇതുപോലത്തെ അമ്മൂമ്മമാര് തന്നെയാണ് സമൂഹത്തിന് ആവശ്യം. ഇപ്പോ ഈ സമൂഹത്തിന് ഇല്ലാത്തത് ഇതുപോലത്തെ അമ്മൂമ്മമാരാണ്. ഈ അമ്മൂമ്മമാരുടെ യഥാർത്ഥ ഡ്യൂട്ടി മാതാജി നിർവഹിക്കുകയാണ്. എന്നിട്ട് എന്തേ മാതാജി ഞങ്ങൾക്ക് ഇത്രയും ദിവസം ക്ലാസ് തരാത്തത്? അത് ഭഗവാൻ തന്നെ പറഞ്ഞു കാണും. ചിലപ്പോ അതിനുള്ളതായിട്ടില്ല എന്നുള്ളത്, അതായിരിക്കും. ഹരേ കൃഷ്ണ. അങ്ങനെയൊന്നുമല്ല. മാതാജി മുന്നോട്ട് വരണം. മാതാജിയുടെ ഈ മനോഹരമായ ക്ലാസ് നമുക്ക് എല്ലാവർക്കും കേൾക്കണം. കുറൂരമ്മയുടെ ക്ലാസ് അറിയാമെങ്കിലും മാതാജി പറയണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലായോ? മാതാജി പറയുമ്പോ അത് ഉള്ളിൽ നമുക്ക് കയറുന്നുണ്ട്. ഭക്തി വൃന്ദാവനശ്വരി മാതാജി പറഞ്ഞതുപോലെ ക്ലാസ് മാത്രമല്ലല്ലോ, ഭക്തിയും കൂടെ വേണ്ടേ? അതുകൊണ്ട് വേണം, ഇനിയും വേണം. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല പ്രഭു. എന്താ ഭഗവാന്റെ കാര്യം കൊണ്ട് അങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. എല്ലാം ഉണ്ട് മാതാജി. യോഗ്യതയൊക്കെ ഉണ്ട്. എല്ലാ യോഗ്യതയുണ്ട്. എന്നാലും മാതാജി നിറഞ്ഞ സന്തോഷം. മാതാജി കൊടുങ്ങല്ലൂരിലാണോ? ഞാനിപ്പോ ചെന്നൈയിലാ പ്രഭു. കീർത്തൻ ഫെസ്റ്റിന് വന്നിരുന്നോ? ചെന്നൈയില് കീർത്തൻ ഫെസ്റ്റിന്? ചെന്നൈയില് കീർത്തൻ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോ ശ്രവണോത്സവം എന്ന് പറഞ്ഞത് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ശ്രവണോത്സവം. കീർത്തൻ ഫെസ്റ്റിന് 3 ദിവസം ഞാനും അവിടെ ഉണ്ടായിരുന്നു. പ്രഭു എന്നെ വിളിച്ചില്ലല്ലോ. എനിക്ക് അത് വിട്ടുപോയി. ഞാൻ ഓർമ്മിച്ചില്ല. ഐശ്വര്യ പിന്നെ അവസാന ദിവസമാണ് പറഞ്ഞത് മാതാജി അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വിളിക്കാൻ ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് വീണിട്ട് തീരെ വയ്യാണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കരമായിട്ടൊരു വീഴ്ച വീണു. നിന്ന നിപ്പില് താഴെ വീണു. അത് നടന്നു പോകുമ്പോ ഒരു കല്ല് തട്ടിയിട്ടേ
അപ്പൊ കുറെ ദിവസം വയ്യാണ്ട് ഇല്ല. ഒന്ന് വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ പോന്നു. അവിടെ മാല കെട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഭഗവാന് മാല കെട്ടിയിടാറുണ്ടേ. അവിടെ ഓക്കെ, നമ്മള് ശരി. മാല കെട്ടണം. ഞങ്ങള് ആ, കുറച്ച് ആൾക്കാരാണ് വൈകുന്നേരം ഭഗവാന് മാല കെട്ടി അവിടെ ഇടാറ്. അപ്പൊ അതിലൊരാളാണ് ഞാനും. ഭഗവാൻ ഒരു സേവ തന്നിട്ടുള്ളതാണ്. സന്തോഷം, സന്തോഷം, സന്തോഷം. ഹരേ അപ്പൊ കൃഷ്ണ. കൂടുതൽ സമയം ചെന്നൈയിലാണോ? കൂടുതൽ സമയം ചെന്നൈയിലാണോ? അതെ അതെ അതെ. ഞങ്ങൾ ഇവിടെ ആയിരുന്നു പ്രഭു. അപ്പോഴാണ് കൊറോണ സമയത്ത് സന്തോഷം, നാട്ടിൽ വന്നപ്പോ അങ്ങനെ വന്നതാ. പിന്നെ സന്തോഷം. അപ്പൊ അടുത്ത പ്രാവശ്യം 3 ദിവസം മുമ്പ് പ്രഭു ഇതുണ്ടായിരുന്നു. ശ്രവണോത്സവം അല്ല, 3 ദിവസം ശ്രവണോത്സവം ഉണ്ടായിരുന്നു ഇവിടെ. അറിയാം, 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 അറിയാം. അതെ, ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്നപ്പോ ശ്രവണോത്സവത്തിന് വരാൻ പറ്റിയില്ല. ഇനി എന്തായാലും മധുര എപ്പോഴെങ്കിലും പ്രഭു വരുമ്പോ പറയൂ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതാവട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. സന്തോഷം. നന്ദി മാഷ്. വളരെ മനോഹരമായ ക്ലാസ്സിന് വളരെ ആത്മാർത്ഥമായി നന്ദി. താങ്ക് യു മാഷ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. അതിന് ഭഗവാൻ എന്നൊരു സാഹചര്യം തന്നതിന് ഇന്നും മാതാജിക്ക് മാതാജി തന്നെ പ്രഭുവിന് പറയണം. മാതാജിയുടെ ക്ലാസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. മനസ്സിലാവും, നമുക്ക് മനസ്സിനകത്തിരിക്കും പറയുന്നത്. കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. മാതാജി ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് മാതാജി. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ എല്ലാരും മിസ് ചെയ്തിട്ടുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ആരെയും കണ്ടിട്ടില്ലെങ്കിലും മാതാജി, ഐശ്വര്യ മാതാജി പറയണ പോലെ എല്ലാവരുമായിട്ട് നമ്മൾ ഒരു കുടുംബം പോലെ പോകുന്നുണ്ടല്ലോ. അത് തന്നെ അതെ വലിയ അതെ അതെ. അപ്പൊ ശരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ വാഞ്ചാകല്പതരുഭ്യശ്ച ഹരേ കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. വിഷ്ണുവിന്റെ കീ ജയ, ശ്രീ പ്രഭുപാദ കീ പാദർ കി ജയ്. ജയ, അനന്ത ഹരേ കൃഷ്ണ. ഹരേ ശ്രീ കൃഷ്ണ. പ്രഭുപാദ കീ ജയ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇനി അടുത്ത മാസമുള്ളൂ. മാതാജി ലീവ് ചെയ്തോട്ടെ. 236